അല്ലെങ്കിലും നമ്മുടെ രാജ്യം ഭാരതം എന്നും ലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പല രാജ്യങ്ങളും സംസാരിക്കാനായി എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങൾക്ക് വേണ്ടിയും നമ്മളോട് സംസാരിക്കാൻ വരണമെന്ന് പല രാജ്യങ്ങളും അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നിർത്താൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇറാനും പറയുന്നുണ്ട്, ഇസ്രായേലും പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ എസ് ജയശങ്കറിനെ തന്നെ മധ്യസ്ഥത വഹിക്കാൻ വിട്ടുകിട്ടണം എന്ന് തന്നെയാണ്. ഇന്ത്യയോടുള്ള അഭ്യർത്ഥനയാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എയർ സ്പേസ് തുറന്നു തരാം എന്നുള്ളതാണ്. ലോക രാജ്യങ്ങളെല്ലാം ഇത് അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഒരു രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ബദ്ധപ്പാടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യ രണ്ട് സ്ഥലത്തല്ല 3 സ്ഥലത്ത് നിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നഴ്സുമാർ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു ദൗത്യം ഇന്ത്യ നടത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. യമനിൽ നിന്നാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. യുക്രൈനിൽ നിന്ന് അവിടെ നിന്ന് വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴിതാ ഇറാനിൽ നിന്ന് അവിടെ പഠിക്കാൻ പോയ ആൾക്കാരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ഇന്ത്യക്ക് സഹായം ചെയ്തത് ഇറാനാണ്. ആ യുദ്ധം ഇറാൻ നിർത്തിവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1000 ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ഇറാൻ തങ്ങളുടെ കോൺഫ്ലിക്റ്റ് നിർത്തിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1000 ഇന്ത്യൻ സ്റ്റുഡൻസ് സ്ട്രാൻഡഡ് ഇൻ കോൺഫ്ലിക്റ്റ് ഹിറ്റ് ഇറാനിയൻ സിറ്റീസ് ആർ എക്സ്പെക്ടഡ് ടു ലാൻഡ് in Delhi in the next 2 days under ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഈ ഓപ്പറേഷൻ്റെ പേര്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ഈ ഓപ്പറേഷന് വേണ്ടി ഇറാൻ തങ്ങളുടെ യുദ്ധം നിർത്തിവെച്ചു. ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ അതോടുകൂടി ഡൽഹിയിലേക്ക് എത്തി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരുന്നത് ഇറാനിൽ നിന്ന് റോഡ് മാർഗം അവിടെ നിന്ന് അർമേനിയ, അഫ്ഗാനിസ്ഥാൻ വഴി നേരെ നമ്മുടെ അതിർത്തിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഇന്ത്യയുടെ വാക്ക് കേട്ട് യുദ്ധം നിർത്തിവെച്ച് അവരുടെ വ്യോമപാത നമുക്ക് വേണ്ടി മാത്രം തുറന്നു തന്നിരിക്കുകയാണ്. റഷ്യയുടെ കേസിൽ നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോഴും മോദിയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യ യുദ്ധം നിർത്തിവെച്ച ചരിത്രവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.